നമസ്കാരം, ഞാൻ സന അനീഷ്. സെൻ എൻ്റർടൈൻമെൻറ്റ് ഫേസ്ബുക്ക് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീ ഷിബു പുലർക്കാഴ്ചയാണ്. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ. അനവധി വെൺപൊറ്റക്കുട ചൂടി ആകാശം പൂ പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണ കൊലുസു സരിഗമ പാടി ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു. ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ. അരളിയിലൊരു കിളി കൊഞ്ചി പാടി അന്നേരം ഒരു സുന്ദരിയാടി. അരഭാഗം തകതാളം തല്ലി അരമണിക്കിങ്ങണി കിളിപ്പാകി. ഈ മകളെന്തു ഭംഗി, ഇവളിലെ കവിളിനെന്തു കാന്തി. അതരമാം മധുരം നുകരാൻ ഭാഗ്യമേകി ഭവതി. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട്. അതെ തീർച്ചയായിട്ടും. പിന്നെ പുതിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാതെ പോയത് സിനിമ വിശേഷങ്ങളാണ്. സിനിമ വിശേഷങ്ങൾ, ഷിബു അഭിനയിച്ച സിനിമ, ഷിബു പാട്ടെഴുതിയ സിനിമ അല്ലേ? ആ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഷിബു സിനിമയിലേക്ക് എത്തിയത്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കാം. ഈ ദൈവം കൊണ്ടുവന്ന ഒരു വലിയ സൗഹൃദമാണ് ബിബിൻ ജോർജും വിഷ്ണുവും. അതെൻ്റെ സ്വന്തം അനിയന്മാരായിട്ട് തന്നെ കാണുന്നു. അവരും അതേക്കൂട്ട് തന്നെ തിരിച്ചും കാണുന്നു. തീർച്ചയായിട്ടും അവരിലൂടെയാണ് സിനിമയിലേക്ക് വരാൻ സാധിച്ചത്. ആദ്യമായിട്ട് യമണ്ടം പ്രേമകഥ എന്നൊരു സിനിമ ദുൽഖറിൻ്റെ, അതിനകത്തൊരു കുഞ്ഞു റോള് എന്തും ആയിക്കോട്ടെ, ദുൽഖറിൻ്റെ പടത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വേഷം ചെയ്യാന്നുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബിബിൻ ജോർജ് നായകനായിട്ടുള്ള മാർഗംകളി എന്ന സിനിമയിൽ കൊച്ചുവേഷം ചെയ്യാനും പറ്റി. അതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു. അതെ അതെ. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ വരി, എൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പം അമ്മയെക്കുറിച്ച് മുമ്പ് എഴുതി വെച്ച പാട്ട്, അങ്ങനെ അന്ന് കുറച്ച് വരികൾ ആ സിനിമയിൽ ബിബിൻ മൂലം വരുത്തുവാൻ സാധിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഒരു നമ്മൾ പടം കാണാൻ പോയിരിക്കുമ്പോൾ തിയേറ്ററിൽ എൻ്റെ പേര് എഴുതി കാട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. വലിയ സ്ക്രീനിൽ എഴുതി കാണിച്ചപ്പോൾ അതെ, അതിന് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ ചങ്ങാതിമാരായ ബിബിനും വിഷ്ണുവിനും നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും നാടൻ പാട്ടിലൂടെ വന്ന ഒരു കലാകാരനാണ് ഷിബു അല്ലേ? അപ്പോൾ വളരെ ചെറുപ്പത്തിലെ നാടൻ പാട്ടിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഷിബുവിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം ആലുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ അന്ന് ഞാൻ വരുമ്പോൾ ഷിബുവിനെ വിളിച്ചിട്ട് ഞാൻ അവിടെ വരുമ്പോൾ ഷിബു സ്റ്റേജിൽ പെർഫോം നല്ല അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാരണം വെച്ചാൽ ഒരു മിക്സ് ചെയ്ത പാട്ട്, വലിയ ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ പാടിയ ആ മിക്സ് ചെയ്ത് പാടിയ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാൻ പറ്റില്ലേ? ഒരു കയ്യടിയാണ്. കയ്യടി തീർച്ചയായിട്ടും. കയ്യടി തരാമോ നമുക്ക്? കലാകാരന്മാർക്ക് കയ്യടി എന്തായാലും നല്ല കയ്യടി തരുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ എനർജി. അപ്പോൾ ഒന്ന് പാടിക്കും. തന്നന്ന തന്നന്ന താന്ന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന. കേട്ടോ സ്നേഹിതനെ, ഞാൻ ചെറുവള്ളി തോട്ടത്തിൽ നിങ്ങോട്ട് പോരുമ്പം കുട്ടിത്തത്ത കിളി പോലഴകുള്ള തത്തമ്മ പെണ്ണവൾ പോകുന്നേ. തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന. ലാലാലേ ലാലിലേ ലേ 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 ലാലാലേ ഓ ലേ 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 ലാലാലേ ലാലിലേ ലേ 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 ലാലാലേ ഓ ലേ 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 ലേ. കണ്ണമ്മ കണ്ണമ്മ കറിയന്ത് കക്കറച്ചി കണ്ണമ്മിന് കമ്പാച്ചോറു തിളച്ചു വരുമ്പോ കയ്യിലിട്ടുള്ള കടി കണ്ണമ്മത ലാലാലേ ലാലിലേ ലേ 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 ലാലാലേ ഓ ലേ 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 ലേ. പാട്ട് അത് കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ ചുരുക്കി പാടുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുമെന്നില്ല. ഇല്ല നന്നായിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് നമുക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് നല്ല ഫീൽ ചെയ്യുന്ന പാട്ടുകൾ ഷിബു പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല മെലഡി അങ്ങനെ തോന്നുന്ന അങ്ങനത്തെ പാട്ടുകളല്ലോ.
കുറച്ച് വൈറലായ ആ എല്ലാവരും കേട്ട്. ആഹാ, എന്നാലും അതൊന്നും പാടാം. അതൊന്നും കൂടി ഒന്ന് പാടാം നമുക്ക്. എള്ളോളം തരി പൊന്നെന്തിനാ തനി തഞ്ചാവൂർ പട്ടെന്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി വണ്ട് പോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു വച്ചു പോകും കന്നിക്കതിരാണേ കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും പെണ്ണാളെ കള്ളിയവളുടെ മുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നെന്തിനാ തനി തഞ്ചാവൂർ പട്ടെന്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി. അങ്ങനെ പോണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതും നല്ല പാട്ടുകളാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ഞാൻ ഇടയ്ക്ക് കേൾക്കാറുള്ള ഏറ്റെടുത്ത പാട്ടുകളാണ്. ഇനിയിപ്പോൾ നമുക്ക് പാട്ട് ഏകദേശമൊക്കെ ധാരണയായി. ഇപ്പോൾ ഷിബു ഞാൻ നോക്കിയിട്ട് ഒരു ഓൾറൗണ്ട് കലാകാരനാണ്. അത്യാവശ്യം പാട്ട് എഴുതും, അത്യാവശ്യം പാടും, പിന്നെ അത്യാവശ്യം കുറച്ച് അഭിനയിക്കും. അതാണ് നിന്നുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ഫ്ലവേഴ്സിലെ ആ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് കണ്ടിട്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഷിബു ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും അത്യാവശ്യം നല്ല കലാകാരനാണ്. ഇപ്പോൾ റിമോ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഷിബുവിനെ സംബന്ധിച്ചൊരു മേക്കപ്പ് ഇല്ലാതെ തന്നെ ഏകദേശം അമ്പി ആ ഒരു ക്യാരക്ടറൊക്കെ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസും കൂടി പ്രേക്ഷകർക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കോമഡി ഉത്സവത്തിലാണ് വന്നത്. കോമഡി ഉത്സവത്തിലാണ് വന്നത്. അബീഷിന്റെ പ്രിയ ചങ്ങാതി അബീഷ് നമ്മുടെ സുഹൃത്താണ്. ആ ഓക്കെ ഓക്കെ. അതൊന്ന് അപ്പോൾ അതൊന്നും ചെയ്യും. वो सुकुमारी वो श्रृंगारी ये अलंकारिणी वो सुकुमारी वो सुकुमारी वो श्रृंगारी ये कुमारिणी ये कुमारी என்ன விட்டுருங்கோ. நீ எப்படா வெளிய வந்த? நான் எங்க வெளியில, நீங்க தான். நான் செஞ்ச கொலைக்கு அம்பிய ஏண்டா சித்திரவதை பண்ற? யார் சார் அடிச்சா? எப்படி கீழே வந்து கிடக்குறேன்? என்ன வெறுப்பேத்துறியா நீ? நானே பெரிய நடிகன். உனக்கு தைரியம் இருந்தா என்ன சொல்றா? பெருமாள் சத்தியமா அந்த 5 கொலையும் எந்த தப்பு பண்ணதே நான் தான். வெளியில போக விடுங்க. அம்பிய வெளியே போக விடுறா. ഈ പെർഫോമൻസ് കിടുക്കട്ടനാക്കിയിട്ടുണ്ട്. ഒരു കലാകാരൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പരിമിതിയിൽ നിന്നിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഒരു ജാടിയില്ലാണ്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമിച്ച് നിങ്ങൾക്ക് നന്ദി. അതാണ്. ഇനി നമുക്ക് എന്താ അടുത്ത സംഭവത്തിലേക്ക് പോകണം? നമുക്ക് പാട്ടിലേക്ക് പോകണോ, അല്ലെങ്കിൽ മിമിക്രി തന്നെ പോകണോ, അല്ലെങ്കിൽ സിനിമ വിശേഷങ്ങൾ പറയണോ? എന്താ ചെയ്യേണ്ടത്? എന്ത് വേണം? നമുക്ക് സിനിമ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. സിനിമ ഏതൊരു മനുഷ്യൻ്റെ പോലെ നമ്മുടെ ഒരു സ്വപ്നമാണ്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ കാണാം. നമ്മളെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ സാമ്പത്തികമാണ് നമ്മളെ സംബന്ധിച്ചുള്ള. മിനുവിനായാലും എനിക്കറിയാം നമ്മളുടെ ലക്ഷ്യം സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പം നമ്മളുടെ കഴിവുകൾ അതെ നമ്മൾ പറ്റിയ ഒരു സിനിമയാണ് മെയിനായിട്ട്. നമുക്ക് രക്ഷപ്പെടാനും നമ്മൾ രക്ഷപ്പെടാനും ഒരു ആശ്രയം നമ്മളെ സംബന്ധിച്ചിപ്പോൾ സിനിമയാണ് അല്ലേ? ഷിബു ഒരുപാട് പാട്ടുകൾ എഴുതുന്ന ഒരാളാണ് കുറച്ചല്ലേ? അതെ ഞാൻ എന്നോട് മുമ്പ് ഒരു പാട്ട് ഇതേപോലെ തന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യാനൊക്കെ പോയിട്ട് അത് നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരും കാലത്ത് അത് നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഷിബു ഈ അടുത്ത് എഴുതിയ ഒരു നല്ല പാട്ടാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഷിബു തന്നെ മ്യൂസിക് ചെയ്തതല്ലേ? അത് ഷിബു തന്നെ മ്യൂസിക് ചെയ്തിട്ട് ഷിബു തന്നെ നമുക്ക് വേണ്ടി പാടുന്നതാണ്. ഇത് പാലോം പാടിയ പ്രിയപ്പെട്ട ജിതേഷ്
എൻ്റെ ഈ പാട്ടുകാരൻ എൻ്റെ മാത്രമല്ല അല്ല, എല്ലാവരും തീർച്ചയായും. കൂടപ്പിറപ്പാണ് അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹം നമ്മളെ വിട്ട് വേർപിരിഞ്ഞിട്ട് ഏതാനും ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ജിതേഷ് ചേട്ടന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സമർപ്പണമാണ് ഈ പാട്ട്. മേലെ മാനത്തെ താരകമായി ഇന്നു നീ മാറിയില്ലേ, കണ്ണു നനയ്ക്കുന്ന പാട്ടുകൾ പാടി നീ കണ്ണീരിലാഴ്ത്തിയില്ലേ, വൈകിയാണല്ലോ പൊന്നെ നിന്നെ ലോകം തിരിച്ചറിഞ്ഞേ, നെഞ്ചിനകത്തു നീ കൂടപ്പിറപ്പായി മാറിക്കഴിഞ്ഞതല്ലേ, മേലെ മാനത്തെ താരകമായി ഇന്നു നീ മാറിയില്ലേ, കണ്ണു നനയ്ക്കുന്ന പാട്ടുകൾ പാടി നീ കണ്ണീരിലാഴ്ത്തിയില്ലേ, വൈകിയാണല്ലോ പൊന്നെ നിന്നെ ലോകം തിരിച്ചറിഞ്ഞേ, നെഞ്ചിനകത്തു നീ കൂടപ്പിറപ്പായി മാറിക്കഴിഞ്ഞതല്ലേ. ഇത് ജിതേഷേട്ടൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയ കലാകാരനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടില്ലാതെ ഏതൊരു ഇല്ല, അത് പൂർണ്ണതയാകാറില്ല. അദ്ദേഹത്തിന്റെ പാട്ട് മൂളാത്ത ഒരു മലയാളി പോലും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ അതിനെ പിന്തുടർന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വേണമെങ്കിൽ നമുക്ക് കേൾക്കാം അല്ലേ. സന്തോഷമായ നല്ല ഒരു മൂഡായിട്ടുള്ള ഒരു പാട്ട് കൈയടിക്കും. തീർച്ചയായിട്ടും ഞാൻ കൈയടിക്കും. ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ വിക്രവാലിച്ചൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ വിക്രവാലിച്ചൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ വിക്രവാലിച്ചൻ്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ചിരി കേട്ടോ. ചിരി ഞാൻ ചിരിക്കാറില്ല, എനിക്ക് ചിരിക്കാൻ പറ്റാറില്ല. എന്തായാലും മണിച്ചേട്ടൻ്റെ ചിരിയാണ് ഒരു മനുഷ്യൻ അല്ലേ. നമ്മളൊക്കെ എപ്പോഴും ഓർമ്മ വരുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ ചിരിയാണ് നമുക്ക് എല്ലാവർക്കും. ഇനിയിപ്പോൾ ഏകദേശം നമ്മളുടെ സ്മരിക്കുന്നു. എന്തായാലും ഈ തിരക്കുള്ള സമയത്തും നമ്മുടെ സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഈ ചാനലിൽ വന്നിട്ട് നമുക്കൊരു ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഷിബു ഇനിയും വരണം. അപ്പോൾ പ്രത്യേക ഒരു നന്ദി ഇതിനുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച സെൻ എൻ്റർടൈൻമെൻറ്റ് എല്ലാ പ്രവർത്തകർക്കും നന്ദി, നമസ്കാരം. ആരാരോ ആരീരോ ആരാരോ ആരീരോ അമ്മയെന്നു വിളിക്കുമ്പോൾ കണ്ണു നിറയണ് എന്നമ്മേ, അമ്മേ വാരിപ്പുണരാഞ്ഞ് അമ്മയുടെ വാക്കുന്നു കേൾക്കാഞ്ഞ് ചങ്കുപൊടിയണ് എന്നമ്മേ. അമ്മയെന്നു വിളിക്കുമ്പോൾ കണ്ണു നിറയണ് എന്നമ്മേ, അമ്മേ വാരിപ്പുണരാഞ്ഞ് അമ്മയുടെ വാക്കുന്നു കേൾക്കാഞ്ഞ് ചങ്കുപൊടിയണ് എന്നമ്മേ. താനാനേ താനാനേ താനാനേ